എൻ്റെ പ്രിയ ദൈവമക്കളെ, ഇന്ന് നമുക്ക് യോഹന്നാൻ 19:19 നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ച് എന്തു പറയുന്നു എന്ന് ശ്രവിക്കാം. യോഹന്നാൻ 19:19 പീലാത്തോസ് ഒരു മേലെഴുത്തും എഴുതി ക്രൂശിന്മേൽ പതിപ്പിച്ചു. അതിൽ നസറയനായ യേശു യഹൂദന്മാരുടെ രാജാവ് എന്നെഴുതിയിരുന്നു. ഈ വാക്യം യേശുക്രിസ്തുവിൻ്റെ ക്രൂശീകരണ വേളയിൽ സംഭവിക്കുന്നു. അവിടെ റോമൻ ഗവർണറായ പീലാത്തോസ് കുരിശിൽ യേശുവിൻ്റെ മുകളിൽ ഒരു പദവി സ്ഥാപിക്കാൻ ഉത്തരവിട്ടു. ക്രൂശിച്ചു കൊല്ലപ്പെടുന്ന ആളിൻ്റെ ക്രൂശിൻ്റെ മുകളിൽ തൻ്റെ കുറ്റസംഗതി എഴുതി പതിപ്പിക്കുക എന്നത് അന്നത്തെ ഒരു ആചാരമായിരുന്നു. ഹീബ്രു, ഗ്രീക്ക്, ലാറ്റിൻ ഭാഷകളിൽ എഴുതിയ ലിഖിതങ്ങൾ യേശുവിനെതിരായ കുറ്റങ്ങൾ പ്രഖ്യാപിച്ചു. നസറയനായ യേശു യഹൂദന്മാരുടെ രാജാവ് എന്ന മേലെഴുത്ത് എഴുതി വയ്ക്കുവാൻ പീലാത്തോസ് അവർക്ക് കൽപ്പന കൊടുത്തു. യഹൂദ നേതാക്കൾ യേശുവിൻ്റെ വധം ആവശ്യപ്പെട്ടിരുന്നു. ദൈവദൂഷണം ആരോപിച്ച് യഹൂദന്മാരുടെ രാജാവ് എന്ന് അവകാശപ്പെട്ടു. ഇത് റോമൻ അധികാരികളോടുള്ള വെല്ലുവിളിയായി കാണപ്പെട്ടു. എന്നിരുന്നാലും പീലാത്തോസിൻ്റെ ലിഖിതം യേശുവിനെ ക്രൂശിച്ചതിൻ്റെ കാരണം പരസ്യമായി പ്രദർശിപ്പിക്കാൻ ഉദ്ദേശിച്ചുള്ളതാണ്. അത് ഒരു രാഷ്ട്രീയ കുറ്റമായി കണക്കാക്കപ്പെട്ടിരുന്നു. പീലാത്തോസ് മുൻപ് യേശുവിനെ വധിക്കാൻ വിമുഖത കാണിച്ചിരുന്നു. അവനിൽ ഒരു കുറ്റവും കണ്ടെത്താനായില്ല. പക്ഷേ ഒടുവിൽ മതനേതാക്കളുടെയും ജനക്കൂട്ടത്തിൻ്റെയും സമ്മർദ്ദത്തിന് വിധേയനായി. ക്രൂശിലെ ലിഖിതം ഈ വിഷയത്തിലെ അന്തിമ പ്രസ്താവനയാണ്. അത് യേശുവിനെ അപലപിച്ച് യഹൂദ നേതാക്കളെ പരിഹസിക്കുന്നതായി തോന്നി. യഹൂദന്മാരുടെ രാജാവായ നസ്രേത്തിലെ യേശു എന്ന തലക്കെട്ട് യേശുവിനെ ഒരു രാജാവാണെന്ന് അവകാശപ്പെടുന്ന ഒരാളാണെന്ന് തിരിച്ചറിയുന്ന ഒരു പ്രസ്താവനയായിരുന്നു. യഹൂദ നേതാക്കൾ യേശുവിനെ മെസ്സിയായാണെന്ന് അവകാശപ്പെട്ട് ആരോപിച്ചിരുന്നു. അത് അവർ ദൈവനിന്ദയായി കണക്കാക്കി. റോമാക്കാർക്ക് അത് രാഷ്ട്രീയ ആരോപണം. യേശുവിനെ പരിഹസിക്കാനും അവനെ ജീവപര്യന്തം ശിക്ഷാവിധി ഉറപ്പിക്കാനുമുള്ള ലിഖിതങ്ങൾ കൈസറുടെ അധികാരത്തിൻ്റെ എതിരാളിയാണെന്ന് സൂചിപ്പിക്കുന്നു. എന്നാൽ യേശു യഹൂദന്മാരുടെ രാജാവാണ്. അവൻ തൻ്റെ ശുശ്രൂഷയിൽ പരിഹസിക്കുന്നുണ്ടെങ്കിലും അറിയാതെ യേശുവിൻ്റെ വ്യക്തിത്വത്തിൻ്റെ വ്യാപ്തി വിശാലമാക്കുന്ന 3 ഭാഷകളിൽ എഴുതിയിരുന്നു. അവൻ്റെ രാജ്യത്വം ഒരു ജനതയ്ക്ക് മാത്രമായി പരിമിതപ്പെടുത്തിയിട്ടില്ല. അല്ലെങ്കിൽ രാഷ്ട്രമെന്നാൽ ഒരു സാർവത്രിക സത്യമായിരുന്നു. നാം യേശുവിൻ്റെ വ്യക്തിത്വം മനസ്സിലാക്കണം. പരിഹാസങ്ങൾക്കിടയിലും സത്യം ഉൾക്കൊള്ളണം. യേശു രാജ്യം ഈ ലോകത്തിൻ്റെതല്ല, ശാശ്വതമാണ്. അവൻ്റെ വിജയത്തിൽ നമുക്ക് പ്രത്യാശയുണ്ട്. സ്നേഹപിതാവേ, യേശുവിൻ്റെ രക്തബന്ധത്തിൻ്റെ സ്വഭാവം, അവൻ്റെ ഭരണത്തിൻ്റെ വ്യാപ്തി, അവനെ രാജാവായി അംഗീകരിക്കാനും പിന്തുടരാനും ഞങ്ങളെ അനുഗ്രഹിക്കണമേ. യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ.